ADGP-നെ, മുഖ്യമന്ത്രിനെ, പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ, അങ്ങനെ ഒരു ഡസൻ കണക്കിന് ആളുകളെ രാജിവെപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ഇപ്പം എന്തായി? ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയും രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആരും രാജിവെക്കാത്ത സ്ഥിതിക്ക് അൻവർക്ക് എന്നെ സ്വയം അങ്ങോട്ട് രാജിവെച്ചിട്ട് അതിലൊരു മനസ്സുഖം കണ്ടെത്തി. അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് സങ്കടം പറയാൻ വണ്ടി കയറി എവിടെ പോകണം? മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പാവം സങ്കടം ഒരുപാട് പറഞ്ഞു. എല്ലാ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ഇവിടെയൊന്നും ഇല്ലാത്തൊരു പാർട്ടിനെ തേടിയിട്ട് ഉത്തരേന്ത്യയിൽ പോകേണ്ട എന്തൊരാവശ്യം. അപ്പം ഇനി കുമ്പസാരം തുടങ്ങുകയാണ്. മനസ്സിൽ നീറി കടന്ന ഒരുപാട് കാര്യങ്ങൾ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ആ 150 കോടി അത് കൊടുന്ന ലോറി ഇതാ കടലിൽ തള്ളാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. അന്നൊക്കെ ഫേസ്ബുക്കിൽ സതീശനിട്ട് കുത്തി അപ്പുറത്ത് പോയി നിന്ന് കരയായിരുന്നു പാവം. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഇനി സഹിക്കാൻ പറ്റൂല. മനസ്സമാധാനമായിട്ട് ഒന്ന് പോയി ഉറങ്ങണം. പറ്റുകച്ചാൽ UDF-ൽ കയറി പറ്റുകയും വേണം. അതിനുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു മാപ്പ് കിട്ടിക്കണോ? ആർക്കെങ്കിലും വേണോ? ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. എന്താ നിങ്ങൾക്ക് മുഖത്തൊരു തെളിച്ചക്കുറവ്? ആത്മാർത്ഥത പോരെ? മൂപ്പരിനി പൊട്ടിക്കരയണോ? ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. നമ്മളെ കടന്നൽ രാജാവായിരുന്നു. എവിടുക്കാ അപ്പം മൂപ്പരെ പോക്ക്? അവസാനം അവിടെ എത്തുക UDF-ലാണ്, വേറെ ഒന്നുമില്ല. UDF-ൽ കയറ്റുമോ കൺവീനറെ? അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDF-ൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. സതീശേട്ടാ, മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാലോ? ഞാൻ പാർട്ടിയും UDF-ഉം ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. അപ്പോൾ വാതിലുങ്ങൾ അന്ന് അടച്ചു കുറ്റിട്ടതല്ലേ? വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല. അതിന് നമ്മളെ UDF-ന്റെ കൺവീനറെ വാതിലും ചാരി അവിടെ തന്നെ നിൽക്കുകയാണ്. അൻവർ ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇതിലേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചല്ലോ. ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ ഒരിക്കലും UDF-ലേക്കോ കോൺഗ്രസിലേക്കോ സ്വാഗതം ചെയ്യില്ല. കണ്ടോ, മൂപ്പര് തുറന്നു കൊടുക്കണില്ല. പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. അല്ല, ഇതിപ്പോ വാതിൽ അടച്ചോ അതോ തുറന്നോ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തുറന്ന് കിടക്കുക എന്നാണ് മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കുക. വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോ വേണമെങ്കിലും അത് തുറക്കും. അല്ല, തുറന്നതിൽ കയറി പോവോ അൻവർക്ക? അല്ല, അതപ്പോൾ നമുക്ക് ആലോചിക്കാന്നേ. മാഷേ, ആലോചന തീർന്നിട്ടില്ല കേട്ടോ. അദ്ദേഹം എവിടെയൊക്കെയാ പോകുന്നതൊന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു അവസാനം ഇല്ലല്ലേ? അവസാനം അവിടെ എത്തുക UDF-ലാണ്, വേറെ ഒന്നുമില്ല. അപ്പോ അൻവറിനെ എവിടെ എത്തിക്കുമെന്നും ആരൊക്കെയോ വിചാരിച്ചിടത്ത് അൻവർ എത്തുമോ എന്നും കാത്തിരുന്ന് കാണാം.